നമസ്കാരം. ഇറാൻ അമേരിക്ക സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്ന ഏറ്റവും ലേറ്റസ്റ്റ് വാർത്ത എന്ന് പറയുന്നത് അമേരിക്കയുടെ പരിതാപകരമായിട്ടുള്ള അവസ്ഥ വ്യക്തമാക്കുന്നതാണ്. ആക്രമണം ഇപ്പോൾ പ്രതിരോധത്തിന് വഴിമാറി. ആക്രമിക്കും എന്നായിരുന്നു അവർ പറഞ്ഞു നടന്നിരുന്നത്. ആ ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല. ഇപ്പോൾ അമേരിക്ക ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് പ്രതിരോധത്തിന്റെ കാര്യത്തിലാണ്. ഗൾഫ് മേഖലയിലുള്ള അവരുടെ സൈനിക ബേസുകൾക്ക് നേരെയൊക്കെ ഒരു ആക്രമണം ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി വ്യാപകമായി പ്രതിരോധ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നു അമേരിക്ക. മറ്റൊന്ന്, ഇവിടെ കൽപ്പന അഭ്യർത്ഥനയായി മാറി. ഇതുവരെ കൽപ്പനയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഹോർമൂസ് കടലിടുക്കിലെ സൈനികാഭ്യാസവുമായി ബന്ധപ്പെട്ട് അതുവഴി പോകുന്ന കപ്പലുകൾക്ക് അപകടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്, അത് ശ്രദ്ധിക്കണം എന്ന ഒരു അഭ്യർത്ഥനയിലേക്ക് ഇപ്പോൾ അമേരിക്ക വഴിമാറിയിരിക്കുന്നു. അത്തരത്തിലൊരു തീരുമാനമെടുത്തിരിക്കുന്നു. കൽപ്പന ഇപ്പോഴില്ല, ഭീഷണി ഇപ്പോഴില്ല. ഇപ്പോൾ അഭ്യർത്ഥനയുടെ സ്വരമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്നാം നമ്പറുകാരാണ് എന്ന് അവകാശപ്പെട്ടിരുന്ന അമേരിക്ക ഇപ്പോൾ ആദ്യത്തെ 9 ഇടം പിടിക്കുന്നതിന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ്. ഞങ്ങളാണ് ഒന്നാം നമ്പറുകാർ, ലോക പോലീസ് ഞങ്ങളാണ് എന്നായിരുന്നു അവർ തുടർച്ചയായി പറഞ്ഞിരുന്നത്. അതിന്റെ ഭാഗമായാണ് ഈ കണ്ണുരുട്ടി മീശ പിരിച്ചൊക്കെയുള്ള അവരുടെ ചില പ്രകടനങ്ങൾ. എന്നാൽ ആയത്തുള്ള അലി ഖംനായി ഇന്നലെ പൊതുമധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ട് അമേരിക്കയുടെ ഭീഷണിയൊക്കെ ഞങ്ങൾ കുറെ കണ്ടതാണ്, അതൊന്നും ഇവിടെ വേവൂല എന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞതോടുകൂടി അമേരിക്ക തകർന്നു തരിപ്പണമായി എന്നുള്ളതാണ്. എന്തിനാണ് യുദ്ധമൊക്കെ ചെയ്യുന്നത്? ഇതുപോലെ കൃത്യമായി കൊള്ളാവുന്ന രീതിയിൽ 4 വാക്ക് പറഞ്ഞാൽ പോലെ ഇറാന്റെ തന്ത്രം അമേരിക്കയെ ശരിക്കും പറഞ്ഞാൽ വല്ലാതെ പ്രതിരോധത്തിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ്. ഇന്നലെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖംനായും അതുപോലെ തന്നെ ഇന്ന് ഇറാന്റെ വിദേശ മന്ത്രി അബ്ബാസ് അരാക്ചിയും ഒക്കെ പറഞ്ഞു, ഞങ്ങളെ ആക്രമിച്ചാൽ യുദ്ധം അതൊരു മേഖലയെ മൊത്തത്തിൽ ബാധിക്കും, ഗൾഫ് മേഖലയെ മൊത്തത്തിൽ ഞങ്ങൾ ആക്രമിക്കും, അതായത് അമേരിക്കൻ സൈനിക താവളങ്ങളെ ഞങ്ങൾ ലക്ഷ്യം വെക്കും. ഇത് കൃത്യമായി ഖംനായും അതുപോലെ തന്നെ അബ്ബാസ് അരാക്ചിയും പറഞ്ഞതോടുകൂടി അമേരിക്കക്ക് കാര്യം മനസ്സിലായി. അടി ഉറപ്പാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇനി മുൻകൂറായി ഇറാൻ അടിക്കുമോ എന്നൊരു സംശയം പോലും അവർക്കുണ്ടായി. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പേര് പോലും എവിടെയും കേൾക്കുന്നില്ല എന്നുള്ളതാണ്. യുദ്ധവുമായി ബന്ധപ്പെട്ട് മറ്റ് പലരും ഈ വിഷയത്തിൽ ഇടപെടുന്ന അവരുടെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഇത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള പ്രശ്നമാണ്, ഇതിൽ ഞങ്ങളില്ല എന്ന രീതിയിൽ ഇസ്രായേൽ വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. കാരണം എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അതൊരു തിരിച്ചടിക്ക് കാരണമാകുമോ എന്നുള്ള ഭയം അവർ വേട്ടയാടുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഇവിടെ ഇറാനിൽ വാതക ചോർച്ചയുമായി ബന്ധപ്പെട്ട് ചില സ്ഫോടനങ്ങൾ ഉണ്ടായി. ഈ സ്ഫോടനങ്ങൾ ഉണ്ടായ സമയത്ത് തന്നെ ആരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആരുടെയും പേര് പറഞ്ഞിട്ടില്ല. അമേരിക്കയുടെയോ ഇസ്രായേലിന്റെയോ മൊസാദിന്റെയോ അല്ലെങ്കിൽ അമേരിക്കൻ ചാര സംഘടനയുടെയോ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല. പക്ഷെ ഒന്നും പറഞ്ഞില്ലെങ്കിലും, വാർത്തകൾ വന്നില്ലെങ്കിലും ഇസ്രായേൽ ചാടി കയറി പറഞ്ഞു അതിന് പുറകിൽ ഞങ്ങളല്ല എന്ന്. ഇതാണ് ഇസ്രായേലിന്റെ അവസ്ഥ. ഇസ്രായേലിനെ ശരിക്കും പണിയുമെന്ന് ഇറാൻ വളരെ കൃത്യമായി പറഞ്ഞു. ഇപ്പോൾ ഇറാൻ സത്യത്തിൽ ഇസ്രായേലിനെതിരെ ഒന്നും പറയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പറയുന്നത് അമേരിക്ക ആക്രമിച്ചാൽ അമേരിക്കൻ ബേസുകളുള്ള ഗൾഫ് മേഖലയെ ഞങ്ങൾ ആക്രമിക്കും, മേഖല മൊത്തത്തിൽ വ്യാപിക്കും എന്ന് പറയുമ്പോൾ ഇസ്രായേലിനെ കുറിച്ച് യഥാർത്ഥത്തിൽ പറഞ്ഞിട്ടില്ല. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അത് അമേരിക്കയാണ് എന്നുള്ളത് കൊണ്ടായിരിക്കാം പറയാതിരുന്നത്. എന്തായാലും ഇവിടെ ഗൾഫ് മേഖലയെ പറഞ്ഞപ്പോൾ അമേരിക്ക ഒന്ന് പിന്നോട്ട് മാറി. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ ഖത്തറും അതുപോലെ തന്നെ ഈജിപ്തും ഒക്കെ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറായി ഇറങ്ങിയിരിക്കുകയാണ്. ത്രിരാഷ്ട്ര ഉച്ചകോടിക്ക് ഞങ്ങൾ തയ്യാറാണ്, തുർക്കിയിൽ വെച്ച് നടത്താമെന്നൊക്കെ പറഞ്ഞ് തുർക്കിയുടെ പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗാൻ ഈ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. എന്തായാലും അമേരിക്ക ഇപ്പോൾ ആ കടുപ്പിച്ചുള്ള വാക്കുകളൊക്കെ അവസാനിപ്പിച്ചു. ഭീഷണിയുടെ സ്വരമൊക്കെ തൽക്കാലം നിർത്തിവെച്ചുകൊണ്ട് അവർ അഭ്യർത്ഥനയുടെ ഒരു സ്വരത്തിലാണ് കാര്യങ്ങൾ പറയുന്നത്. എന്തായാലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ വൈകിപ്പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒന്നാം നമ്പറുകാരായിരുന്നു. അമേരിക്ക എന്നൊക്കെ പറഞ്ഞാൽ ഒരു പേരൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കനത്ത തിരിച്ചടി ഇപ്പോഴത്തെ ഒരു നീക്കവുമായി ബന്ധപ്പെട്ട് കിട്ടി. ആദ്യ 9 പോലും ഇപ്പോൾ അമേരിക്ക ഇല്ലാത്ത ഒരു അവസ്ഥയാണ് നമുക്ക് കാണാനാകുന്നത്.